പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. പ്രതിസന്ധികൾ ഏറെയുണ്ട് എങ്കിലും നമുക്കൊരു വിശുദ്ധ ദിവസം കൂടി നൽകിയ ദൈവത്തിന് മഹത്വം. ഇന്ന് CSI CNI മാർത്തോമാ സഭകളുടെ സംയുക്ത ലക്ഷണറി പഞ്ചാംഗമനുസരിച്ച് നാം ചിന്തിക്കുന്ന വിഷയം കോമൺ ഹ്യൂമാനിറ്റി ആൻഡ് ഫെയ്ത്ത് ഷെയറിംഗ്, പൊതുമാനവികതയും വിശ്വാസത്തിൻ്റെ പങ്കിടലും ഒരു ബഹുസ്വര സംസ്കാരത്തിൽ. നമുക്കറിയാം, നമ്മുടെ രാജ്യം വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ഒരു പ്രവർത്തന മേഖലയിലും ഒരു ഹോമോജീനിയസ് കമ്മ്യൂണിറ്റിയെ നമുക്ക് ലഭിക്കില്ല. എവിടെ ചെന്നാലും നമ്മുടെ മത ആചാരവുമായി, മതവിഷയവുമായി, മതചിന്തയുമായി, വേദബോധവുമായി ബന്ധമില്ലാത്ത വ്യക്തിത്വങ്ങളുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുക. യഥാർത്ഥത്തിൽ അത് ഒരു വലിയ വെല്ലുവിളിയാണ്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ അന്തസാരവും അന്തസ്സത്തെയും അതിൻ്റെ ആകത്തുകയും അകത്താക്കുന്നവർക്ക് ഒരിക്കലും അതൊരു പ്രതിസന്ധിയുടെ വിഷയമല്ല, വിശ്വാസത്തിൻ്റെ തകർച്ചാ വിഷയമല്ല. അങ്ങനെ തകർച്ചാ വിശ്വാസമുള്ളവർക്കുള്ള ഒരു ബോധനമാണ് ഈ വിശ്വാസത്തിൻ്റെ വാക്കുകളിലൂടെ, വാചകത്തിലൂടെ, വിഷയത്തിലൂടെ പറയുവാൻ, പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ചില ആചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കുന്നതും അതിന് സ്വത്വം നൽകുന്നതും. ഇറ്റ് ഈസ് ദ റിച്വൽസ് ഗവേൺ സൊസൈറ്റി ആൻഡ് ഗിവ്സ് ആൻ ഐഡൻറ്റിറ്റി. ഓരോ സമൂഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ സമൂഹം ഓരോ ആചാരങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് അത് മതസമൂഹമാണെങ്കിലും മതവിരുദ്ധ സമൂഹങ്ങളാണെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ നിരീശ്വരവാദത്തിന് മറ്റൊരു തലമാകുന്ന ബ്ലാക്ക് വോർഷിപ്പെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, കറുത്ത ആരാധന എന്നൊക്കെ പറയാവുന്ന ഇടങ്ങളൊക്കെ നമ്മുടെ വലിയ നഗരങ്ങളിലൊക്കെ ഉണ്ട്. ഈ നഗരങ്ങളിലൊക്കെ നമ്മുടെ മക്കളൊക്കെ പോകുമ്പോൾ അവർ അവിടെ പോകുന്നു എന്ന് നമുക്കറിയത്തില്ല. കാരണം കോയമ്പത്തൂർ നഗരത്തിലെ അവരുടെ ദേവാലയം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലകത്ത് കയറിയാൽ വരാൻ പ്രയാസമാണ്, പുറത്ത് തന്നെ കണ്ടിട്ടുള്ളൂ. വളരെ അട്രാക്റ്റീവാണ്. അവരുടെ ആരാധനയുടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയപ്പെടുന്നത് ദേവാലയങ്ങളിൽ വിശുദ്ധ സംസർഗത്തിനായി ഉപയോഗിക്കുന്ന പേപ്പറാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഒരിക്കൽ ഇതൊരു തീരുമാനമായി പുറത്തിറക്കിയത്. പരിചയമില്ലാത്തവർക്ക് ആർക്കും ഇത് കൊടുക്കാൻ സാധ്യമല്ല. എങ്കിലും അവരുടെ വിശ്വാസ ആചാരമനുസരിച്ച് സർക്കാരിയിൽ അൾത്താരയ്ക്കകത്ത് കുരിശിൻ്റെ ആകൃതിയിലുള്ള ഒരു പേടകമുണ്ട്. ഈ പേടകത്തിൽ സൂക്ഷിക്കുന്ന അപ്പം മോഷ്ടിക്കപ്പെട്ടതായൊക്കെ നിങ്ങൾ പത്രദ്വാര മാധ്യമങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിശ്വാസ ആചാരമനുസരിച്ച് നമ്മൾ വാഴ്ത്തിയാൽ ആ സമയത്ത് തന്നെ അതിൻ്റെ പൂർണ്ണമായും നമ്മൾ അകത്താക്കി, അല്ലെങ്കിൽ അതിനെ വൃത്തിയാക്കിയ വെസൽ പോലും വെളുപ്പിക്കുന്നത് കൊണ്ട് അത്തരമൊരു പ്രതിസന്ധി നമുക്കില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ ബ്ലാക്ക് വോർഷിപ്പ്, ഈ കറുത്ത ആരാധനയുടെ പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയപ്പെടുന്നത് പരിശുദ്ധമായ അല്ലെങ്കിൽ വിശുദ്ധ സംസർഗത്തിൽ ആചരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അപ്പമാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഓരോ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഇത്തരം ഐഡൻറ്റിറ്റികൾ ധാരാളമായിട്ടുണ്ട്. 2006 അമേരിക്കയിലെ വാഷിങ്ടൺ DC നടന്ന ഒരു ഇവാഞ്ചലിക്കൽ തിയോളജിക്കൽ സൊസൈറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായി. ഈ മീറ്റിങ്ങിൽ ഒരു പേപ്പർ അവതരിപ്പിക്കപ്പെട്ടു. ആ പേപ്പർ തലക്കെട്ടിങ്ങനെയാണ്: കോഓപ്പറേഷൻ വിത്തൗട്ട് കോംപ്രമൈസ്, ഫെയ്ത്ത്ഫുൾ ഗോസ്പൽ വിറ്റ്നസിനെ പ്ലൂറാലിസ്റ്റിക് ഏജ്. ബഹുസ്വര യുഗത്തിലെ വിശ്വസ്ത സുവിശേഷ സാക്ഷ്യം, വിട്ടുവീഴ്ചയില്ലാത്ത സഹകരണം, കോഓപ്പറേഷൻ വിത്തൗട്ട് കോംപ്രമൈസ്.
ഒരുപക്ഷെ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വരികൾക്കിടയിലൂടെ നമ്മൾ വായിക്കുമ്പോൾ തരുന്ന വലിയ സന്ദേശം ഇത് തന്നെയാണ്. യു കോഓപ്പറേറ്റ് വിത്ത് ദ പീപ്പിൾ അറൗണ്ട്, ബട്ട് നോ കോംപ്രമൈസ് ഇൻ യുവർ ഫെയ്ത്ത് മാറ്റേഴ്സ്. ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം കൃത്യമായി അംഗീകരിക്കുക. ബട്ട് വെൻ യു കം ടു ഫെയ്ത്ത് മാറ്റേഴ്സ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ആൻ ardent follower of the Almighty, the one who lives and reigns, one who is going to come. വരുവാനിരിക്കുന്നവൻ്റെയും ലോകം വാഴുന്നവൻ്റെയും ആധികാരിക പരിധിക്കകത്താകണം നീയും ഞാനും എന്നാണ് വേദപുസ്തകത്തിൻ്റെ ആകത്തുക നമ്മോട് പറയുന്നത്. ഈ ലേഖനം നിങ്ങൾ കയ്യിൽ കിട്ടുമെങ്കിൽ വായിക്കുന്ന നല്ലതാണെന്ന് വിചാരം. അല്പം ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു ലേഖനമാണ് എങ്കിലും അതിനകത്ത് ബഹുസ്വര സമൂഹത്തിലെ വിഷയത്തേക്കാൾ സഭയ്ക്കുള്ളിലെ വിഷയത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ. സഭയ്ക്കുള്ളിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ ഭൂതബാധ ഒഴിക്കൽ, ഇതിനെ വ്യത്യസ്ത സഭാവിഭാഗങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഈ ലേഖനത്തിൽ ഒരു രേഖയുണ്ട്. അതൊരു അമേരിക്കൻ കോണ്ടെക്സ്റ്റിലാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പറയുക, ഈ ഭൂതത്തെ ഒഴിവാക്കുന്ന ശുശ്രൂഷ അതിങ്ങനെ എഴുതിയിരിക്കുന്ന മെത്തോഡിസ്റ്റ് വുഡ് സിങ് ദം ഔട്ട്. മെത്തോഡിയൻസ്, അതായത് മെത്തോഡിസ്റ്റുകാർ അവരെ പാട്ടി പുറത്താക്കും. ദ പെന്തക്കോസ്റ്റൽസ് വുഡ് ഷട്ട് ദം ഔട്ട് ഓർ ഷൗട്ട് ദം ഔട്ട്. പെന്തക്കോസ്റ്റുകാർ ഭത്സിച്ച് പുറത്താക്കും, ഇല്ലേ? ഭത്സിച്ച് അങ്ങോട്ട് വന്ന് വലിയ കട്ടി കിട്ടിയില്ലെങ്കിൽ ചീത്തയൊക്കെ പറഞ്ഞ് പുറത്തിറക്കളി, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുണ്ട്. പെന്തക്കോസ്റ്റൽസ് വുഡ് shout and shut them out. Catholics and the Greek Orthodox would indense them out. Baptists would drown them out. Presbyterians would freeze them out. അത് ഓരോ സഭയുടെ ശൈലി അനുസരിച്ചാണ്. പാട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന മെത്തോഡിസ്റ്റുകൾ പാടിയവരെ പുറത്താക്കും, പെന്തക്കോസ്തുകൾ ഭത്സിച്ചവരെ പുറത്താക്കും, കത്തോലിക്കരും ഗ്രീക്കുകാരും അവരുടെ ഭയഭക്തിപരമായ ആരാധനയിലൂടെ പുറത്താക്കും, ബാപ്റ്റിസ്റ്റുകൾ അവരെ മുക്കി സ്നാനപ്പെടുത്തി പുറത്താക്കും, പ്രസ്ബിറ്റീരിയൻസ് ഒരു കോൾഡ് അപ്രോച്ചിലൂടെ അവരെ പുറത്താക്കും. ഇതാണ് ഈ ലേഖനത്തിലെ ബഹുസ്വര സഭാപരിധിക്കകത്ത് പിശാചിനെ പുറത്താക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് രസകരമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു ബിഷപ്പുണ്ട്, ബിഷപ്പ് ലെസ്ലി ന്യൂബിഗിൻ. ഈ വിഷയത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അഭിപ്രായം പറഞ്ഞയാളാണ് ബിഷപ്പ് ലെസ്ലി ന്യൂബിഗിൻ. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? മോണോക്രോം, ഏകവർണം. ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ച ഇടത്ത് ഒരു ബഹുസ്വരതയുടെ ഇടത്തിലാണോ അദ്ദേഹം ജീവിച്ചതെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് എഴുത്തുകളിലൊക്കെ ഏകവർണ്ണത്തെക്കുറിച്ച്, മോണോക്രോമിനെക്കുറിച്ച് ഉള്ള രേഖകൾ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ അർത്ഥം അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല ഒരു വിഭാഗം തന്നെ മതിയെന്ന് പറയുകയല്ല. മോണോക്രോം, ഏകവർണ്ണം എന്നൊരു പ്രയോഗം അദ്ദേഹം പല ഭാഗത്തും നടത്തുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വീണ്ടും വരുന്നത്, ബഹുസ്വരത നമ്മുടെ അനുഭവമാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലൊക്കെ ഇതൊരു യാഥാർത്ഥ്യവുമാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പുതുതലമുറയ്ക്ക് ഇത് കൃത്യമായി മനസ്സിലാകില്ല. അവർ ഈ ബഹുസ്വത്വം ഒന്നും അവർക്ക് മനസ്സിലാകുന്ന വിഷയം, പ്രത്യേകിച്ച് കേരളത്തിൽ പുറത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വിവാഹമൊക്കെ ആലോചിക്കുമ്പോൾ അവർ ചില പ്രയോഗങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ സഭാംഗങ്ങളൊക്കെ ഇടുമ്പോൾ സ്പെസിഫിക്കായ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാക്ക് കേൾക്കുന്ന ആൾക്കാർ ചിലർ ചോദിക്കും, മോം വാട്ട് യു സേ അബൌട്ട് സം കൈൻഡ് ഓഫ് ആനി, some kind of Annie? Is it the same Annie that you use against your husband every morning? ഇങ്ങനൊരു ചൊറിയാന, ഇങ്ങനൊരു ചൊറിയന, ചൊറിയനോടായിരിക്കുന്നൊക്കെ ഭാര്യമാർ ഭർത്താക്കന്മാർ പറയുന്ന അതേ സാധനം തന്നെയാണോ ഈ വിവാഹത്തിന് വിഷയം വരുമ്പോൾ നിങ്ങൾ പോയി അവിടെ തന്നെ പിടിക്കണം എന്ന് പറയുന്നത് എന്നൊക്കെ ഈ സംസ്കാരത്തിന് പുറത്തുള്ള ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തോന്നിയേക്കാം. അവർക്കിത് അറിയില്ല, അറിയാൻ താല്പര്യവുമില്ല. ആ വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിച്ച പുതുതലമുറയ്ക്ക് ഇത് വലിയ ബോധ്യമൊന്നുമില്ല. ഞാൻ വീണ്ടും ഈ ലെസ്ലി ന്യൂബിഗൻ ബിഷപ്പിൻ്റെ
ഇതുമായി ബന്ധപ്പെട്ട് ചിന്ത പങ്കിട്ട് ഇന്നത്തെ വിഷയം കടക്കാമെന്ന് ആഗ്രഹിക്കുക. അദ്ദേഹം പറയുന്നത് പ്ലൂറാലിറ്റി ആൻഡ് പ്ലൂറാലിസം, ഈ രണ്ട് വാക്കുകൾ അത് രണ്ടും വ്യത്യസ്തമാണെന്നാണ് പറയുക. പ്ലൂറാലിറ്റി ആൻഡ് പ്ലൂറലിസം. നിങ്ങളൊക്കെ എന്നെ നെറ്റി നോക്കി ചുളിവിക്കുന്ന എനിക്കറിയാം ഇതൊക്കെ ഇവിടെ എന്താ പ്രസക്തി എന്ന്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ ഗോസ്പൽ ഇൻ എ പ്ലൂറാലിസ്റ്റിക് സൊസൈറ്റി, ബഹുസ്വര സമൂഹത്തിൽ സുവിശേഷം എന്നാണ് ബിഷപ്പ് ലെസ്ലി ന്യൂബിക്കിൻ്റെ പുസ്തകത്തിൻ്റെ തലക്കെട്ട്. അതിൻ്റെ 244 പുറത്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത. ഞാനത് ആദ്യം മലയാളത്തിൽ പറയാം. അതിങ്ങനെ പറയുന്നത്, ഒരു ക്രിസ്ത്യാനി ഒരു അളവ് വരെ ബഹുസ്വരതയെ സ്വാഗതം ചെയ്യണം. ഒരു ബഹുതര സമൂഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. കാരണം അത് നമുക്ക് വിശാലമായ അനുഭവവും അനുഭവത്തോടുള്ള മനുഷ്യ പ്രതികരണങ്ങളുടെ വൈവിധ്യവും നൽകുന്നു. അതിനാൽ ഏകവർണ്ണ സമൂഹത്തിൽ ലഭ്യമാകുന്നതിനേക്കാൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പര്യാപ്തത പരിശോധിക്കാനുള്ള സമ്പന്നമായ അവസരങ്ങൾ അത് നൽകുന്നുവെന്നാണ് പറയുക. ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ക്രിസ്ത്യൻസ് മസ്റ്റ് വെൽക്കം സം മെഷേഴ്സ് ഓഫ് പ്ലൂറാലിറ്റി ബട്ട് റിജക്റ്റ് പ്ലൂറാലിസം. അല്പം പ്ലൂറാലിറ്റി എന്ന് പറയപ്പെടുമ്പോൾ ബഹുത്വമാണ്, പ്ലൂറാലിസം എന്ന് പറയുമ്പോൾ ബഹുവിശ്വാസമാണ്. We can and we must welcome a plural society because it provides us with a wide range of experience and a wider diversity of human responses to experience, and therefore richer opportunities and for testing the sufficiency of our faith than are available in a microchrome society. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചത്, നമ്മളൊരു അടച്ചിട്ട കൂട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ വിശാലമായ ലോകത്തിലെ വൈവിധ്യങ്ങളെ കണ്ട് വിശ്വാസത്തെ ഉറപ്പിക്കുന്നതാണ് ഉചിതം എന്ന് ഇദ്ദേഹം പറയുക. അത് അവിടെയാണ് കോഓപ്പറേഷൻ വിത്തൗട്ട് എനി കോംപ്രമൈസ് എന്ന വാക്കിൻ്റെ പ്രസക്തി. പൊതുമാനവികത, മനുഷ്യനെ സ്നേഹിക്കാൻ വിശ്വാസം ഒരു തടർച്ചയാകരുത്. നമ്മുടെ ഇടയിലൊക്കെ ഉള്ള വലിയ ചർച്ചയാണ് അവിടെ അപ്പുറത്തെ രാമൻകുട്ടി കൊണ്ടുവരുന്ന ശബരിമലയിലെ പ്രസാദം സ്വീകരിക്കാമോ ഇല്ലയോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട്. ആ അഭിപ്രായം ഞാൻ പരസ്യമായിട്ട് പറയത്തില്ല, എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. കാരണം കൊണ്ടുവരുന്ന രാമൻകുട്ടിയുടെ പായസം എന്ന് പറഞ്ഞാൽ ശർക്കരയും തേങ്ങയും അടയും ഒക്കെ ചേർന്ന സാധനമാണ്, പൊക്കോട്ടെ. അപ്പോൾ അതിനകത്ത് ഞാനൊന്നും പറയുന്നില്ല. ഓഫീസിലിരിക്കുമ്പോൾ ചിലപ്പം ശബരിമല പോയ ഒരാൾ അല്പം പായസം കൊണ്ടുവരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് കഴിക്കണമോ വേണ്ട, നിങ്ങളുടെ വിശ്വാസം പോലെ ചെയ്യുക. എന്നോടത് ചോദിക്കുകയും ചെയ്തത് ഞാൻ പറയത്തില്ല, എൻ്റെ വിശ്വാസം വ്യത്യസ്തമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ചലഞ്ച് ചെയ്ത് പറയാം. ഇഫ് യു ഡിനൈ ദാറ്റ് കൈൻഡ് ഓഫ് സ്വീറ്റ്സ് ദാറ്റ് ഇസ് കമ്മിങ് ഫ്രം സമൺ, നിങ്ങൾ ആര്യാഭവനിൽ പോയി ദോശ കഴിക്കരുത്. അത് നിഷേധിക്കുന്ന ആര്യഭവനിൽ പോയി ദോശ കഴിക്കരുത്. കാരണം ഓരോ ബാച്ച് കുക്ക് ചെയ്യുമ്പോഴും അവരുടെ മുമ്പിൽ വെച്ചേക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ജലം കൊണ്ട് തളിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. വെല്ലുവിളിക്കുക പറ്റുമോ? ഓരോ ദോശമാവിൻ്റെ പുറത്തും ഇതുണ്ട്. അപ്പോൾ ബഹുസ്വര സമൂഹത്തിൽ ചിലതിനെ തള്ളുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാരോ മൈൻഡഡ്നെസ്, അത് വിശ്വാസമല്ല. We need to cooperate with the creation, but we never compromise with the faith. വിശ്വാസവുമായി അതിനെ തട്ടിക്കാൻ പാടില്ല. എൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് വായിച്ച വേറെ ഭാഗത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കേട്ട ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, ബ്രദർ കുര്യൻ ജോസഫ്. എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയാൻ കാരണം അദ്ദേഹത്തെ കുറിച്ച് സഹതപിക്കുന്നത് കൊണ്ടാണ്. ബ്രദർ കുര്യൻ ജോസഫ് എന്ന് പറഞ്ഞാൽ 916 കാറ്റഗറി ഇൻറ്റൻസിറ്റി ഉള്ള സാധനമാണ് ബൈബിളിൽ. 916 നല്ല കടുത്ത വിശ്വാസമാണ്. അദ്ദേഹം പറയുന്ന ഓണം ആഘോഷിക്കാൻ പാടില്ലെന്നാണ്. ഞാൻ ബ്രദർ കുര്യൻ ജോസഫിൻ്റെ ആശയത്തോട് ഇങ്ങനെ പറയും, നിൻ്റെ അപ്പുറത്തെ രാമൻകുട്ടി സന്തോഷിക്കുന്നത്, അതായത് 365 ദിവസവും കഷ്ടപ്പെടുന്ന രാമൻകുട്ടി ഒരു 5 ദിവസം ഓണം ആഘോഷിച്ച് അവൻ്റെ സന്തോഷത്തിനൊരു ശർക്കര വരട്ടി തരുമ്പോൾ അത് വാങ്ങിച്ച് കഴിക്കാനോ അത് വിശ്വാസത്തിനെതിരാണെന്ന് പറയുന്നവൻ അവൻ ബൈബിൾ ചുമക്കേണ്ടവനാണോ മറ്റു വല്ല പുസ്തകം ചുമക്കേണ്ടവനാണോ എന്ന് സ്വയം ശോധന ചെയ്തോണം. ഇവരോടൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സഹതാപമാണ്. ഞാൻ പറയും, ഞാൻ ഈ ബ്രദർ കുര്യൻ ജോസഫിനെ കുറ്റം പറയില്ല, കാരണം ഹീ ഈസ് തിയോളജിക്കലി ഇന്നോസെൻറ്റ്.
ദൈവശാസ്ത്രപരമായിട്ട് ഒരു വിശുദ്ധനും നിഷ്കളങ്കനുമാണ്. അതുകൊണ്ട് കാരണം കാര്യങ്ങൾ വലിയ ബോധ്യമൊന്നുമില്ല, ആരെങ്കിലും പറയുന്നത് കേട്ടാണ് മുന്നോട്ട് പോവുക. അതൊന്നും സ്ഥാപിക്കാനോ നിങ്ങളുടെ വിശ്വാസത്തെ ചലഞ്ച് ചെയ്യാനോ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നിന്നോടൊപ്പം ഇത് ജോലി ചെയ്യുന്നവൻ്റെ വിശ്വാസത്തെ അനുകരിച്ചില്ല എങ്കിലും അവൻ്റെ മുഖത്തിൽ ദൈവത്തിൻ്റെ മുഖം കാണാൻ കഴിയാത്തവൻ ഈ വിശുദ്ധ പുസ്തകം ചുമക്കണമോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ കോംപ്രമൈസ്, കോംപ്രമൈസ് ഒന്നുമില്ല, വിശ്വാസത്തിൽ കോംപ്രമൈസ് ഇല്ല. പക്ഷേ ദൈവം സൃഷ്ടിച്ചവൻ്റെ മുഖത്ത് ദൈവത്തെ ദർശിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. നാം വിശ്വസിക്കുന്ന ദൈവം എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉള്ളവനാണ് എന്ന് ഓർക്കണം. ഡോക്ടർ പുഷ്പരാജ് ഞങ്ങൾക്ക് വളരെ പരിചയമുള്ള ആളാണ്. അദ്ദേഹം എന്നോടൊപ്പം പല ദിവസങ്ങൾ താമസിച്ചിട്ടുണ്ട് കൺവെൻഷന് വന്നിട്ട്. ഇതൊരിക്കൽ പറഞ്ഞൊരു അനുഭവമുണ്ട്. എന്താണ് അദ്ദേഹത്തിന്, ഒരു ഇത് പറഞ്ഞ ഒരു വലിയ ഇവാഞ്ചലിക്കൽ പ്രീച്ചറാണ് അദ്ദേഹം. അമ്പൂരി എന്ന സ്ഥലത്ത്, തമിഴ്നാടിനും കേരളത്തിൻ്റെ ബോർഡറായ അമ്പൂരി എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ആചാരമുണ്ട്. അവിടെ ആചാരം നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രകടനം എന്ന് പറഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു വലിയ പരമ്പ് അങ്ങോട്ട് വെട്ടിയിടും, അതിനകത്ത് ഇലകൾ നിരത്തും, എന്നിട്ട് അതിനകത്തോട്ട് പഴവും പഞ്ചസാരയും ചോറും ഒക്കെ കൊണ്ടിടും. എന്നിട്ട് എല്ലാവരും വന്നങ്ങ് ഇളക്കും. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു വിവരണം അനുസരിച്ച് പറഞ്ഞാൽ ഇളക്കി പഴമൊക്കെ കുഴയുമ്പോൾ കൈയൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വടിച്ചൊക്കെ അങ്ങോട്ടിടും. എന്നിട്ട് ഈ എല്ലാവരും ചേർന്ന് കുഴയ്ക്കുന്ന സാധനം ആദ്യം കൊണ്ട് കൊടുക്കുന്നത് വിശിഷ്ട അതിഥിക്കാണ്. ഡോക്ടർ പുഷ്പരാജനോട് പറയുന്നത് കാണുമ്പോൾ നമുക്ക് വയറ്റിനകത്തുനിന്നേ കയറി വരും. പക്ഷെ അദ്ദേഹം പറഞ്ഞു ആരും കാണാതെ ഒരു ശകലം ഞാനും എടുത്ത് കഴിച്ചിട്ടുണ്ട്. കാരണം ഒരു സെറ്റിങ്ങിലാകുമ്പോൾ അവൻ്റെ ചില ഇടപാടുകളോട്, ചില ആവശ്യങ്ങളോട് നാം അനുകൂലമായി പ്രതികരിക്കുക എന്ന് പറയപ്പെടുന്നത് അവൻ്റെ ഹൃദയത്തിൽ നമ്മൾ ഒരിക്കലും ഒരു ദുഃഖമുണ്ടാക്കാൻ പാടില്ല. ഒരു മതബഹുല സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സഹോദരൻ്റെ അവൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ടാക്കിയിട്ട് ഒരു വിശ്വാസവും സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് എന്നോട് ഡോക്ടർ പുഷ്പരാജ് പറഞ്ഞതായി എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമ്മൾ വായിച്ചു കേട്ട ലേഖനഭാഗം പ്രവൃത്തികളുടെ പുസ്തകം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സേനസഖ്യത്തിൻ്റെ മീറ്റിങ്ങിൽ ബന്ധപ്പെട്ട വിഷയം ഞാൻ പരാമർശിച്ചിരുന്നു. എത്യോപ്യയിലെ രാജ്ഞിയുടെ ഭണ്ഡാരകവൽക്കാരനായ ഭിന്നലിംഗക്കാരൻ്റെ മാനസാന്തരവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അങ്ങോട്ട് പോയി ആദ്യം നീ സ്നാനപ്പെടുമെന്ന് പറയുകയായിരുന്നില്ല, മറിച്ച് തേരിനോട് ചേർന്ന് നടക്കാനുള്ള മനസ്സ് കാട്ടി. ബഹുദൂരം തേരിനോട് ചേർന്ന് നടന്നു. അവൻ്റെ ജീവിതവും വേദവചനത്തിൽ പറയുന്ന വിഷയവുമൊക്കെ ഒന്നാണ് എന്ന് അവന് ബോധ്യമായ സമയത്താണ് അവനോട് പറയുന്നത് എനിക്ക് സ്നാനപ്പെടണം. 26-ാമത്തെ വാക്യം 40-ാമത്തെ വാക്യം വരെ എല്ലാം കഴിഞ്ഞു. അങ്ങോട്ട് പോകുന്നതും തേരിനോട് ചേർന്ന് കിടക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും കുളം കാണുന്നതും ഇറങ്ങി സ്നാനപ്പെടുന്നതും എല്ലാം 10-16 വാക്യത്തിലുണ്ട്. പക്ഷേ അതൊരു പ്രോസസ്സായിരുന്നു. എല്ലാം കൂടെ 5 മിനിറ്റ് നടന്നതല്ല. ജെറുസലേമിൻ്റെ വീഥിയിൽ നിന്ന് ഫിലിപ്പോസിനെ ഗസയ്ക്ക് തെക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഇറ്റ് മൈറ്റ് ഹാവ് ടേക്ക് ഡേയ്സ് ആൻഡ് അവേഴ്സ്, മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് കാണാം. ആ യാത്രയുടെ നീണ്ട യാത്രയിൽ ധാരാളം ജീവിതാനുഭവങ്ങളൊക്കെ അവർ പങ്കുവച്ചിട്ടുണ്ടാകാം. ആ പങ്കുവെക്കലിൽ ഇദ്ദേഹത്തിന് തോന്നുകയാണ് ഈ വചനം ഞാൻ തോളിലേറ്റേണ്ടതാണ്, തോന്നിയപ്പോഴാണ് അത് സ്നാനത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്ന് നാം ഓർക്കേണ്ടതായിട്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മനപരിവർത്തനമാണോ മതപരിവർത്തനമാണോ ആവശ്യമെന്ന് ഒന്ന് സ്വയം ശോധന ചെയ്യുന്നത് മതബഹുല സമൂഹത്തിൽ ഏറ്റവും നല്ലതാണ്. മനപരിവർത്തനമാണോ മതപരിവർത്തനമാണോ? മതപരിവർത്തനം കഴിഞ്ഞ പലരുടെ അവസ്ഥയെപ്പറ്റി നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചാൽ നമ്മുടെ സുവിശേഷ ഭാഗത്തുണ്ടായിരുന്നു. മതപരിവർത്തനം കഴിഞ്ഞു, പക്ഷേ സമയത്ത് കിട്ടത്തില്ല. വഴി പോയവന് തോന്നിയ ദുഷ്ടനെയും നല്ലവനെയും പിടിച്ചെന്നാണ് പറഞ്ഞത്. ദുഷ്ടവനും നല്ലവനെയും ചെന്ന് കണ്ടവൻ്റെ വീക്ഷണം അനുസരിച്ചിരിക്കും, ഇല്ലേ? പിടിച്ചുകൊണ്ട് വന്ന് ഭക്ഷണം കൊടുത്തു എന്നാണ് പറയുക. വലിയ ആത്മീയ അർത്ഥമുള്ളൊരു വേദഭാഗമാണ് തമ്പുരാൻ മത്തായി സുവിശേഷത്തിലൂടെ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ത് വായിക്കൊള്ളട്ടെ. ബഹുസ്വര സമൂഹത്തിൽ we need to cooperate with the community around without any compromise in faith matters.
ഇൻ ഫെയ്ത്ത് അഫേഴ്സ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് നമ്മുടെ നിലപാടെന്നാണ് യോനായുടെ പുസ്തകം നമ്മെ പഠിപ്പിച്ചത്. യോന നമുക്ക് വളരെ പരിചിതമായ വ്യക്തിയാണ്. യോനയുടെ സംഭവത്തെപ്പറ്റി വിവരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് മൊത്തം വായിക്കുന്നത് അപക്വമാണെന്ന് എനിക്കറിയാം. കാരണം എല്ലാവർക്കും അറിയാം. യോനയെ പറ്റി അറിയാം, മത്സ്യത്തെ പറ്റി അറിയാം, നിനവയെ പറ്റി അറിയാം. ഒരു അറിയാൻ കഴിയാത്തത് 2 കാര്യം മാത്രമേ ഉള്ളൂ. എന്നറിയാമോ? ഒരു മരവും ഒരു പുഴുവും. ഇത് മാത്രമേ അറിയാത്തതായിട്ടുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഒരു മരവും ഒരു പുഴുവും. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമുക്ക് യോനയെപ്പറ്റി കേൾക്കുമ്പോൾ നിനവയും ഒരു മത്സ്യവും ഒക്കെ നമുക്ക് ഓർമ്മ വരാം. പക്ഷേ അതിപ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അവസാനം പറയുന്ന ഒരു പ്ലാന്റ് ആൻഡ് എ വേം. വേദപുസ്തകം കൃത്യമായി എഴുതിയിരിക്കുന്നത് ഗോഡ് അപ്പോയിൻറ്റഡ് എ പ്ലാന്റ് ആൻഡ് എ വേം എന്നാണ് ഇംഗ്ലീഷിൽ. ദൈവം ഒരു ചെടിയെയും ഒരു പുഴുവിനെയും നിയോഗിച്ചാക്കിയെന്നാണ്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. യോനയുടെ പ്രശ്നം നമുക്കറിയാം. താൻ പ്രസംഗിക്കാൻ പോയ ഇടത്ത് ജനം നന്നാവുന്നു എന്ന് കണ്ട വിഷമമുണ്ടായി. അതാണ് അദ്ദേഹത്തിൻ്റെ തിയോളജി. നമ്മൾ കാണുന്ന ദൈവശാസ്ത്രം അവിടെ നിന്നാണ്. താൻ പ്രസംഗിച്ചു, പക്ഷേ എൻ്റെ പ്രസംഗത്തിലൂടെ ആരും നന്നായിക്കൂടാ. ഇതാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ ഒരു ചിന്ത എനിക്ക് പങ്കിടാനായിട്ടുള്ളത്, ഡിസ്പ്ലഷർ മാനിഫെസ്റ്റഡ് ഇൻ ദ ഫോം ഓഫ് എ പ്രയർ. പ്രാർത്ഥനയുടെ രൂപത്തിൽ തൻ്റെ അതൃപ്തി പുറത്തു വരിക. അതായത് നമ്മളിവിടെ കാണുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ രക്ഷപ്പെട്ടവരുടെ രക്ഷ കണ്ട് അദ്ദേഹത്തിന് ദുഃഖം ഉണ്ടാകുക. നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുക, വാസ് നോട്ട് ദാറ്റ് ഐ സെഡ് വൈൽ ഐ വാസ് ഇൻ മൈ ഓൺ കൺട്രി. ഇത് തന്നെയല്ലേ ഞാൻ എൻ്റെ രാജ്യത്തിരുന്നപ്പോൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദൈവമേ, നിനക്കറിയാത്ത കാര്യങ്ങളുണ്ട്. നീ വിചാരിക്കുന്ന പോലത്തെ നല്ലവന്മാരൊന്നുമല്ല അവന്മാർ, വളരെ മോശം ആൾക്കാരാണ്. അതുകൊണ്ട് ഇത് നീ ചെയ്യുമെന്ന് എനിക്ക് നന്നേ അറിയാം. കാരണം ഞാൻ എൻ്റെ രാജ്യത്തിരുന്നപ്പോഴേ എനിക്കറിയാം നീ ഇതേ ചെയ്യത്തുള്ളത്. പക്ഷേ നീ എന്നെ അഡ്വൈസ് ചെയ്യുക, നീ ഇത് ചെയ്യേണ്ട. ഇവർക്ക് ചെയ്യാൻ അവർ യോഗ്യനല്ല, കാരണം അവർ വളരെ മോശക്കാരാണ്. അതായത് പിന്നെയും പറഞ്ഞു, ഞാൻ ഈ വേലയ്ക്ക് പറ്റിയവനല്ല. ഒരിക്കലും രക്ഷപ്പെടാത്ത ഇവരോട് ദൈവവചനം പറയാനും അവൻ്റെ അനുതാപത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരാനും അത് പ്രസംഗിക്കാൻ എന്നെ കണ്ടത് ദൈവം, നിനക്ക് പോയി പരിജ്ഞാനമൊന്നുമില്ല, നിനക്ക് ഈ ഭൂമിയിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയുന്ന ഒരാളായിട്ടാണ് യോനായെ അവതരിപ്പിക്കുന്നത്. ഹി ഈസ് നോട്ട് ഫിറ്റ് ടു ബി ഇൻ എ പ്ലൂറാലിസ്റ്റിക് സൊസൈറ്റി. ദിസ് ആറ്റിറ്റ്യൂഡ് ഈസ് നോട്ട് ഗുഡ് ടു ബി ഇംബൈബ്ഡ് ഇൻ എ പ്ലൂറാലിസ്റ്റിക് സൊസൈറ്റി. ഇത്തരം ആശയങ്ങൾ ഒരു ബഹസ്വര സമൂഹത്തിൽ നമുക്ക് യോജിക്കാവുന്നതല്ല, സ്വീകരിക്കാവുന്നതല്ല എന്നാണ് പറയുക. അദ്ദേഹം താഴോട്ട് വായിക്കുമ്പോൾ കടിപ്പിക്കുക, അനുഗ്രഹം കണ്ടപ്പോൾ ടേക്ക് മൈ ലൈഫ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ല എന്നെ അങ്ങ് എടുത്താൽ മതി. ഇല്ലേ, നമ്മുടെ ചുറ്റുപാടുമൊക്കെ താമസിക്കുന്ന ഹൈന്ദവരെയും മുസൽമാരെയും സമ്മതിച്ചു കൊടുക്കണം. ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് വേണം ഇദിയമ്മിൻ്റെ വീട്ടിൻ്റെ അറ്റത്ത് ജീവിക്കാം, വേണമെങ്കിൽ ഞാൻ നമ്മുടെ വലിയ ഭീകരന്മാരുടെയൊക്കെ വീടിന് ചുറ്റും സ്വീകരിക്കാം, ഒരു CSI കാരൻ്റെ പറമ്പിൻ്റെ അപ്പുറത്ത് ജീവിക്കാൻ പറയരുത്. ഒരു വിശ്വാസി എന്നോട് പറഞ്ഞതാണ്, ഒരു ഹൈന്ദവൻ പറഞ്ഞതാണ്. ഞാൻ ലോകത്ത് എവിടെയും ജീവിക്കാം, എല്ലാ തീവ്രവാദികളുടെയും വീടിന് ചുറ്റും പോയി ജീവിക്കാം, പക്ഷേ ഒരു CSI കാരൻ്റെ പറമ്പിന് ചുറ്റും ജീവിക്കാൻ അനുവദിക്കരുത്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? കാര്യം മറ്റൊന്നുമില്ല. എൻ്റെ അയലത്ത് കിടക്കുന്ന പുള്ളിക്കാരന് 8 ഏക്കറുണ്ട്, വസ്തുവിൽ നടക്കാൻ പോലുള്ള കേപ്പില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ മിക്കവാറും എല്ലാ രാത്രികളിലും അദ്ദേഹത്തെ സർവേക്കല്ല് ഇങ്ങോട്ട് ചാടും. സർവേക്കല്ലിന് കാലുണ്ട്. അദ്ദേഹത്തിൻ്റെ മരങ്ങളെല്ലാം എൻ്റെ പറമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൊട്ടുന്ന സകല കുപ്പികളും എൻ്റെ പറമ്പിലാണ്. 8 ഏക്കറുണ്ട്. എനിക്കാകെ 4.25 സെൻറ്റേ ഉള്ളൂ. അതിലും വീശിയും വാശിയൊക്കെ പോകുമ്പോൾ എല്ലാം കൂടെ 4 സെൻറ്റേ കാണത്തുള്ളൂ. ലോകത്ത് എവിടെയും ഞാൻ പാർക്കാം, പക്ഷേ ഒരു CSI കാരൻ്റെ പറമ്പിനറ്റത്ത് ജീവിക്കാൻ എന്നോട് പറയരുത് എന്ന് പറയുമ്പോൾ ബഹുസ്വര സമൂഹത്തിൽ ഇദ്ദേഹം ഇറങ്ങുന്ന ഓർക്കണം. ഈ കുപ്പിച്ചിലിടാൻ പോകുന്ന പുള്ളി രാവിലെ നവജീവോദയത്തിൻ്റെത്, ഗുരുപാദാന്തികം, പിന്നെ കിട്ടാവുന്ന എല്ലാ ധ്യാനപുസ്തകവും വായിച്ചിട്ടാണ് ഈ കുപ്പിയിടാൻ പോകുന്നത്. ഇതെല്ലാം വായിച്ചിട്ടാണ് പോകുന്നത് കുപ്പിയിടാനായിട്ട്. ബഹുസ്വര സമൂഹത്തിൽ, ബഹുമതങ്ങളുടെ ഇടയിൽ നമ്മുടെ അതൃപ്തി പ്രാർത്ഥനയുടെ രൂപത്തിൽ വരാൻ പാടില്ല എന്ന് യോന പഠിപ്പിക്കുക. യോന പറയുക, ടേക്ക് മൈ ലൈഫ്, എൻ്റെ ജീവനെ അങ്ങ് എടുക്കണം, ഇതൊന്നും കാണാനായിട്ട് ഇല്ലാതെ എൻ്റെ ജീവനെ അങ്ങ് എടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ
നമ്മുടെ അതൃപ്തി പ്രാർത്ഥനയുടെ രൂപത്തിൽ വരാൻ പാടില്ല. രണ്ടാമത്തെ ഒരു ചിന്ത യോന നമ്മെ പഠിപ്പിക്കുന്നത്, യോനായുടെ ഹൃദയം കാണിക്കുന്നത് ഡിവൈഡഡ് ഹാർട്ടാണ്, ഒരു വിഭജിക്കപ്പെട്ട ഹൃദയമാണ്. വിഭജിക്കപ്പെട്ട ഹൃദയം? ഈ പറഞ്ഞൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ പാടാണ്, പറഞ്ഞ് പിടിപ്പിക്കാൻ പറ്റില്ല. വിഭജിക്കപ്പെട്ട പാട് അല്ല, വിഭജിക്കപ്പെട്ട ഹൃദയമാണ് ഇല്ലേ? ഡിവൈഡഡ് ഹാർട്ടാണ്. എന്നാൽ ഡിവൈഡഡ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ, നമ്മളറിയാം ഒത്തിരി ഭക്തന്മാരുണ്ട്. ഈ ഭക്തന്മാർ എല്ലാം ഒബ്സർവ് ചെയ്യും. ഈ ഒബ്സർവ് ചെയ്തിട്ട് ഹൃദയത്തിലിരുന്നിട്ട് അത് പ്രയോഗിക്കാത്തവൻ ഭക്തനല്ല. സൂക്ഷ്മതയോടെല്ലാം വീക്ഷിച്ചിട്ട് നീ ജഡ്ജ്മെൻറ്റിലാകുന്നെങ്കിൽ നീ വിശ്വാസിയല്ല. When you use the pulpit, if you are becoming judgmental, you are not a man of faith, woman of faith. വിശ്വാസത്തിൻ്റെ ആളല്ല. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയട്ടെ. യോന ചെയ്തതുപോലെ ഹൃദയത്തിനകത്തൊന്ന് സൂക്ഷിച്ചിട്ട് മറ്റൊന്ന് പറയുന്നെങ്കിൽ അത് അപകടമാണ്. വേദവചനത്തെ നിൻ്റെ ആശയങ്ങളുടെ സാക്ഷാത്കാരത്തിനായി പ്രയോഗിക്കുന്നെങ്കിൽ, പുൽപ്പിറ്റ് അതിനായി ഉപയോഗിക്കുന്നെങ്കിൽ വൻ കൊള്ളയാണ്, വലിയ അപകടമാണ്. ഒരുവനെ വേദനിപ്പിച്ചുകൊണ്ട് വേദവചനത്തിൻ്റെ ഏതെങ്കിലും വരികൾ ഉപയോഗിക്കുന്നെങ്കിൽ അത് മനഃപൂർവ്വമാണെങ്കിൽ അത് ദോഷമാണ്, അത് ചിന്തയാണ്, അത് അപകടമാണ്. അപ്പോൾ അത് കാണിക്കുന്ന നമ്മൾ ഡിവൈഡഡ് ഹാർട്ടാണ്, ഇരു മനസ്സുള്ള ഹൃദയം. ഹൃദയത്തിന് രണ്ട് കണ്ണുണ്ട്, രണ്ടറയല്ല, രണ്ട് കണ്ണുണ്ട്. നമ്മൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്, കേൾക്കുന്നതൊന്ന്, മനസ്സിലാക്കുന്നത് മറ്റൊന്ന് എന്നൊരു ചിന്ത. യോനായുടെ ഹൃദയത്തിൽ ഒന്നുണ്ട്, വാക്കിൽ മറ്റൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ. അപ്പം അതുകൊണ്ട് യോന പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട്, സത്യമുള്ള ന്യൂനപക്ഷത്തോട് ചേരണം. സത്യം പറയുന്ന ന്യൂനപക്ഷത്തോട് ചേരണം. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ കുറവായിട്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് സത്യമുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കണം. 2.3% എന്നാണ് ഇപ്പോഴത്തെ കണക്കൊക്കെ പറയുന്നത്. 2.3% ധാരാളം മതി. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ച പോലെ ഉപ്പും എന്തുമായിട്ട് വെളിച്ചവുമായിട്ട്. ആ പുസ്തകം, ആ അന്നത്തെ പഞ്ചാംഗം വായിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഇത് ഉപ്പും വെളിച്ചവുമാകാൻ സാധ്യതയില്ല, ഉപ്പും വെളിച്ചെണ്ണയുമാകാനാണ് സാധ്യതയെന്ന്. കാരണം അപ്പോഴും നമ്മുടെ ചിന്ത വല്ലതും ഭക്ഷിക്കുന്നതിനെക്കുറിച്ചാണ്. വേദപുസ്തകത്തെപ്പറ്റി വലിയ പരിജ്ഞാനമൊന്നും ഇല്ലാത്ത ജീവിതമാണ്. അപ്പോൾ ഡിവൈഡഡ് ഹാർട്ടാണ്, വിഭജിക്കപ്പെട്ട ഹൃദയമാണ്. അതുകൊണ്ടാണ് ദൈവം അത് മനസ്സിലാക്കിയിട്ട് ഗോഡ് അപ്പോയിൻറ്റഡ് എ വേം ആൻഡ് എ പ്ലാന്റ്, ഒരു ചെടിയെയും ഒരു പുഴുവിനെയും കൽപ്പിച്ചാകുന്നത്. ജൂഡസ് മെയ്ത്തർ എന്നൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ദ കോമിക് ആക്ട് ഓഫ് ദ ബുക്ക് ഓഫ് ജോന. കോമിക് ആക്ട് ഓഫ് ദ ബുക്ക് ഓഫ് ജോന. അതിനകത്തൊരു വാചകം ഞാൻ മലയാളത്തിൽ ഇങ്ങനെ വായിക്കാം. യോനായുടെ ജീവിതം അസ്വസ്ഥപ്പെടുത്തുന്ന ആശ്ചര്യങ്ങളുടെയും നിരാശകളുടെയും ഒരു പരമ്പരയാണ്. അവൻ ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും കുടുങ്ങുകയും ചെയ്യുന്നു. പിന്നീട് അവൻ ഉപേക്ഷിക്കുകയും നശിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ അവസരം ലഭിച്ചപ്പോൾ അവൻ അനുസരിക്കുന്നു. നിരാശയോടെങ്കിലും ലജ്ജാകരമായി വിജയിക്കുന്നു. അവൻ പൊട്ടിത്തെറിക്കുന്നു. അവന് നിരാശ വർദ്ധിച്ചു. ഇതാ വാചകത്തിനകത്ത് യോനായുടെ മൊത്ത ജീവിതമുണ്ട്. ഈ മതബഹുല ജഗത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി യോനായുടെ ജീവിതത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ഞാൻ പറയും, വി ആർ നോട്ട് ഫിറ്റ് ടു ബി ഇൻ ദിസ് പ്ലൂറാലിസ്റ്റിക് സൊസൈറ്റി. ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റിയ ആളല്ല. മൂന്നാമത്തെ ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. മതബഹുല സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ലഭിച്ച കാരുണ്യം തിരികെ നൽകണം. ഡിസ്പ്ലേഡ് മേഴ്സി ഷുഡ് ബി റിട്ടേൺഡ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിലൊക്കെ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണമുണ്ട്. നമുക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട 2 വിഭാഗത്തെപ്പറ്റി ഞാൻ പുസ്തകത്തിൽ വായിച്ചു. ഒന്ന് യഹൂദന്മാരാ, 2 മലയാളികളാണ്. എത്ര സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല.
യഹൂദ വിഭാഗവും മലയാളികളും നന്നായിട്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പക്ഷേ 35 വർഷം മുമ്പ് കേരളത്തിലെ പാലക്കാടിൻ്റെ പരിധിക്കകത്ത്, അല്ലെങ്കിൽ പാലക്കാടിനപ്പുറം പോകാത്ത മലയാളിയുടെ ജീവിതം വളരെ പരാജയമായിരുന്നു. ഒരു പാൻറ്റും ഒരു പൂത്ത തോൽപ്പെട്ടിയുമായി വയനാടിൻ്റെ അപ്പുറത്ത് കയറിയവരൊക്കെ തിരിച്ച് 10,000-കണക്കിന് ഡോളറുകളും പണവുമായി തിരികെ വന്നപ്പോൾ അതൊരു കാലഘട്ടത്തിലെ ദൈവ ആശ്രയത്തിൻ്റെ പ്രതിഫലമായിരുന്നു. ഡിസ്പ്ലേഡ് മേഴ്സി ഷുഡ് ബി റിട്ടേൺഡ്. ബഹുസ്വര സമൂഹത്തിൽ യോനായ്ക്ക് അത് സംഭവിച്ചില്ല. യോന എന്താ ചെയ്തത്? ഒത്തിരി ഘട്ടങ്ങളിലൂടെ മത്സ്യത്തിൻ്റെ വയറ്റിൽ പോയവനെയും തിരികെ കൊണ്ടുവന്നു. പക്ഷെ എന്നിട്ടും ഒരു വിഭാഗത്തിൻ്റെ നന്മ കണ്ടപ്പോൾ ഒരു അസ്വസ്ഥതയുണ്ടായി. അപ്പോൾ ദൈവം അവന് പിന്നെയും കരുണ കൊടുക്കുക. ഒരു വലിയ മരം വേണം, വലിയ സന്തോഷം, നല്ല തണൽ, ഓരോരുത്തന്മാരും നശിച്ച് വീഴുന്ന കാണാൻ പറ്റിയ ഇടത്തിങ്ങനെ ഇരിക്കുക. പക്ഷെ യോന മനസ്സിലാക്കിയില്ല അതിനകത്തൊരു വേം ഉണ്ട് എന്ന്. നമ്മളിങ്ങനെ വളർന്ന് പന്തലിക്കുമ്പോൾ നമുക്കൊരു മകളെയോ ഒരു കൊച്ചു മകനെയോ ദൈവം സൃഷ്ടിച്ചുണ്ട് എന്ന് മറക്കരുത്. വലിയ ഒരു പ്ലാന്റിൻ്റെ കീഴിൽ സുഖമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നാം കണ്ടിട്ടില്ലാത്ത ഒരു കൊച്ചുമകനെയോ ഒരു കൊച്ചുമകളെയോ ഒരു ബന്ധുവിനെയോ ഒക്കെ ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. നാമിൻ്റെ സുരക്ഷിതാനുഭവത്തെ ലോകം ചോദ്യം ചെയ്യത്തക്ക തരത്തിൽ. ഡിസ്പ്ലൈഡ് മേഴ്സി ഷുഡ് ബി റിട്ടേൺഡ് വിതൗട്ട് എനി ഹെസിറ്റേഷൻ. ഒരു മടുപ്പും കൂടാതെ ദൈവം നമ്മോട് കാട്ടിയ കരുണ നാം പങ്കിടേണ്ടതായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ആവർത്തിച്ചൊരു കാര്യം പറയുന്നത്, നമ്മൾ ആരെങ്കിലും അതിൽ ഭാഗമാകുന്നെങ്കിൽ ഒഴിവാകാൻ വേണ്ടിയാണ്. പത്തനംതിട്ട ജില്ലയിലെ വിവിധ ബാങ്കുകളിലായി 410ഓളം കോടികളാണ് വെറുതെ കിടക്കുന്നത്. 410ഓളം കോടികൾ റുപ്പീസാണ് വെറുതെ ആരാ ഇട്ടെന്നറിയത്തില്ല, ഡെപ്പോസിറ്റേഴ്സിനെ അറിയത്തില്ല എന്നാ പറയുക. അതിനകത്ത് എത്രയോ കോടി രൂപ ആൾക്കാർ അടിച്ചു മാറ്റിക്കാണെന്നറിയാമോ? കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവം കാണിച്ച കാരുണ്യത്തെ തിരികെ കൊടുക്കാത്തത് കൊണ്ടാണ്. ഒരു വലിയ മരത്തിൻ്റെ കീഴിലിരിക്കുക, പക്ഷേ താഴെ നിന്നൊരു പുഴു തുരക്കുന്നത് കണ്ടറിയാൻ യോനായ്ക്ക് കഴിഞ്ഞില്ല. അതിന് കാരണം എന്താ അറിയാമോ? എന്തുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ട് എന്ന് തിരിച്ചറിയാൻ യോനായ്ക്ക് കഴിഞ്ഞു. ബിക്കോസ് ഹി വാസ് എ മാൻ ഓഫ് ഡിവൈഡഡ് ഹാർട്ട്. ഇരു ഹൃദയമുള്ളവനാണ്, അതായത് വ്യത്യസ്തമായ ഹൃദയമുള്ളവനാണ്. 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ നാം ഇങ്ങനെയാണ് കാണുന്നത് എന്നറിയാമോ? യോന പ്രസംഗിക്കാൻ പോയി. ആ അനുതാപത്തിൻ്റെ പ്രസംഗം കേട്ട മാത്രമേ സംഭവിച്ചതെന്നറിയാമോ? നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. 3-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു. വലിയവനും ചെറിയവനും ഒരുപോലെ രട്ടുടുത്തു. രാജാവ് രട്ട് പുതച്ച് വെണ്ണീറിലിരുന്നു. മനുഷ്യനോ മൃഗമോ കന്നുകാലികളോ ഒന്നും ഒരു വസ്ത്രവും ആസ്വദിച്ചില്ല. ഒരു വസ്തുവും ആസ്വദിച്ചില്ല. വസ്ത്രവും കറക്റ്റ് തന്നെ. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു. ഓരോരുത്തൻ താന്താൻ്റെ ദുർമാർഗവും താന്താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിഞ്ഞു. ഇതാണ് മേളി മരത്തിൻ്റെ കീഴിൽ കയറിയിരിക്കുമ്പോൾ യോനായ്ക്ക് മനസ്സിലാകുക എന്തുകൊണ്ടാണ് മറ്റുള്ളവൻ സംരക്ഷിക്കപ്പെട്ടത്. നാം വായിച്ച സുവിശേഷ ഭാഗം പറഞ്ഞത്, വിളിച്ചവർക്കെല്ലാം കാള കഴുത ആവശ്യങ്ങൾക്കൊക്കെ പോയി. പക്ഷെ തമ്പുരാൻ നിരത്തിപ്പോയപ്പോൾ നല്ലവനല്ലെന്ന് ലോകം പറഞ്ഞവനും ദുഷ്ടനെന്ന് ലോകം പറഞ്ഞവനും നല്ലവരെയും എല്ലാം വിളിച്ചകത്തു കൊണ്ടുവന്നു. ഡിസ്പ്ലേഡ് മേഴ്സി ഷുഡ് ബി റിട്ടേൺഡ്. 3 ചിന്തകളാണ് ഞാൻ പറയാനാകും. ഒന്ന്, യുവർ ഡിസ്പ്ലേസർ ഷുഡ് നോട്ട് ബി ഇൻ ദ ഫോം ഓഫ് എ പ്രയർ, ഷുഡ് നോട്ട് ഡിസ്പ്ലേ ഇൻ ദ ഫോം ഓഫ് എ പ്രയർ. നിൻ്റെ അതൃപ്തി ഒരു പ്രാർത്ഥന രൂപത്തിൽ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. നിൻ്റെ ഡിസ്പ്ലഷർ എന്ന് പറയപ്പെടുന്നത് ഒരു ഡിവൈഡഡ് ഹാർട്ടിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. മറ്റൊന്ന്, ഡിസ്പ്ലേഡ് മേഴ്സി ഷുഡ് ബി റിട്ടേൺ. ദൈവം കാട്ടിയ നന്മകളെ അത് തിരികെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബഹുതര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒത്തിരി ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി ഏറ്റെടുക്കണം. വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗത്തും ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ തള്ളിക്കളയണമെന്ന് പറയുന്നില്ല. മനുഷ്യൻ്റെ മുഖത്ത് ദൈവത്തെ കാണാൻ കഴിയുന്ന അനുഭവം ഉണ്ടാകണം.
യാക്കോബ് രൂപാന്തരപ്പെട്ടതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യാക്കോബ് ഏശാവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നമായി രൂക്ഷമായ വിഷയങ്ങൾ അകന്നു പോയവർ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ യാബോക്ക് നദിക്കരെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. സ്വച്ഛന്തമായ യാബോക്ക് നദിയിലേക്ക് നോക്കിയിരുന്നപ്പോൾ പഴയകാല ദുഃഖങ്ങളെ ഓർത്ത് യാക്കോബിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വീണു. വെള്ളം ജലിച്ചപ്പോൾ തൻ്റെ മുഖത്തിൻ്റെ രൂപം ഒന്ന് മാറി. അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ മുഖത്തിൻ്റെ ചെറിയൊരു കോട്ടമാണ് തൻ്റെ സഹോദരൻ. തൻ്റെ മുഖത്തിൻ്റെ രൂപത്തിൻ്റെ ചെറിയ ഭാവവ്യത്യാസമാണ് എൻ്റെ സഹോദരൻ. അവിടെ മുതലാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ എല്ലാം മറന്നൊന്നാകാനുള്ള മനസ്സുണ്ടാകുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിൽ രാമൻകുട്ടിയെ കാണുമ്പോഴും മുഹമ്മദിനെ കാണുമ്പോഴും അവനിൽ യേശുവിൻ്റെ മുഖം കാണാൻ കഴിയുമ്പോഴാണ് എല്ലാം പഥ്യമായി മാറുന്നത്. അല്ല എങ്കിൽ ഇത് ഒരു ചിന്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ബൈബിളിനെ പറ്റി പറയുന്നത് ദ ഫൂൾ വിൽ ക്യാരി ആൻഡ് ദ വൈസ് വിൽ റീഡ്. ദ ഫൂൾ വിൽ ക്യാരി ആൻഡ് ദ വൈസ് വിൽ റീഡ്. ബുദ്ധിമാന്മാരിത് വായിക്കും, മണ്ടന്മാരിത് ചുമക്കും. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരിടത്തും സഹ ഉദരനെ, ദൈവത്തിൻ്റെ സൃഷ്ടിയെ തള്ളിക്കളയാൻ, വിശ്വാസത്തിൻ്റെ പേരിൽ തള്ളിക്കളയാൻ പറഞ്ഞിട്ടില്ല. We need to have cooperation with everyone without any compromise in faith matters. എന്താ faith matters? ഏകദൈവ വിശ്വാസം. ലോകത്തിൽ ഒരുവൻ മാത്രം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ബഹുദൈവ വിശ്വാസം നമ്മുടെ വിശ്വാസ ഭാഗമല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ബഹുദര സമൂഹത്തിൽ ദൈവത്തിൻ്റെ അടയാളങ്ങളായി ജീവിക്കുവാൻ, ദൈവത്തെ മറ്റൊരു ഹൃദയത്തെ അടയാളപ്പെടുത്തുവാനുള്ള നല്ല ധന്യമായ ജീവിതത്തിൽ ഉടമകളാകുവാൻ എന്നെയും നിന്നെയും നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ അതിനായി നമ്മിൽ പകരട്ടെ, നമ്മെ ദൈവം ശക്തീകരിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനാം ദൈവത്തിനും പരിശുദ്ധാത്മാവ ദൈവത്തിനും സകല ബഹുമാന മഹത്വവും സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.